സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ഇറാനെതിരെ വീണ്ടും വ്യോമാക്രമണവുമായി അമേരിക്ക. ഹോർമുസ് കടലിടുക്കിലും പേർഷ്യൻ ഗൾഫിലും US സൈനിക നടപടികൾ നടന്നതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നതെന്നും ഇത് യാതൊരു പ്രകോപനവുമില്ലാതെയാണെന്നും ഇറാൻ ആരോപിക്കുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്കും പേർഷ്യൻ ഗൾഫ് മേഖലയും വലിയ അനിശ്ചിതത്വത്തിലാണ്. ഇറാനിയൻ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലെ ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷന് നേരെ US സൈന്യം ആക്രമണം നടത്തിയതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഈ നീക്കത്തെ സ്വയം പ്രതിരോധം എന്നാണ് അമേരിക്ക വിശേഷിപ്പിക്കുന്നത്. ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെയും ബോട്ടുകളെയും ലക്ഷ്യമിട്ടാണ് തങ്ങൾ നടപടിയെടുത്തതെന്നും യഥാർത്ഥത്തിൽ വെടിനിർത്തൽ കരാർ ആദ്യം ലംഘിച്ചത് ഇറാനാണെന്നും അമേരിക്ക ശക്തമായി ആരോപിക്കുന്നു. കൂടാതെ ഇറാന്റെ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായും US അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് അമേരിക്ക സൈനിക നടപടികൾ സ്വീകരിച്ചതെന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഇതിനോടകം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക തുടരുന്ന സൈനിക വിന്യാസങ്ങൾക്കും നീക്കങ്ങൾക്കുമെതിരെ ഇറാൻ റവല്യൂഷണറി ആർമി കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. തങ്ങൾക്ക് നേരെ നടക്കുന്ന ഏത് ആക്രമണത്തിനും അതിർത്തി കടന്നുള്ള ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ച ഇറാൻ മേഖലയിലെ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാൻ അമേരിക്ക ബോധപൂർവം ശ്രമിക്കുന്നുവെന്നാണ് ആരോപിക്കുന്നത്. US ഇറാൻ സംഘർഷം പുതിയ തലത്തിലേക്ക് കടന്നതോടെ ആഗോള എണ്ണ വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിക്ഷേപകരിലും വിപണി വിദഗ്ധരിലും ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വ്യോമാക്രമണം സംബന്ധിച്ച വാർത്തകൾ പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവിലയിൽ ഗണ്യമായ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. വ്യാഴാഴ്ച രാവിലെ വിപണി തുറന്നപ്പോൾ തന്നെ എണ്ണവിലയിൽ ഏകദേശം 2% വർധന രേഖപ്പെടുത്തി. ഇത് വിതരണ ശൃംഖലയെ ബാധിക്കുമെന്ന ഭയം വിപണിയിൽ പ്രതിഫലിച്ചു. നിലവിലെ കണക്കുകൾ പ്രകാരം ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $1.90 വർദ്ധിച്ച് $96.19 എന്ന നിരക്കിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് പോലുള്ള പ്രധാന എണ്ണ വിതരണ പാതകളിലെ അസ്ഥിരതയും സൈനിക നീക്കങ്ങളും കണക്കിലെടുക്കുമ്പോൾ വരും ദിവസങ്ങളിലും എണ്ണവിലയിൽ ഇനിയും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ പ്രതിസന്ധി തുടരുകയാണെങ്കിൽ അത് ആഗോളതലത്തിൽ പണപ്പെരുപ്പത്തിനും ഇന്ധനവില വർധനവിനും കാരണമാകുമെന്ന ആശങ്കയും ശക്തമാണ്. മേഖലയിലെ സമാധാന ശ്രമങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒമാനെതിരെ കടുത്ത മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത് സ്ഥിതിഗതികളെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. ഇറാനോട് ഒമാൻ അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്ന് പരസ്യമായി ആരോപിച്ച ട്രംപ് ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഒരു രാജ്യവും ഏകപക്ഷീയമായി ഏറ്റെടുക്കേണ്ടതില്ലെന്ന് ശക്തമായ ഭാഷയിൽ താക്കീത് നൽകി. മറ്റ് രാജ്യങ്ങൾ പാലിക്കുന്ന നയതന്ത്ര മര്യാദകൾ ഒമാനും പിന്തുടർന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ആ രാജ്യത്തിനെതിരെ കൂടുതൽ കടുപ്പമേറിയ നടപടികൾ സ്വീകരിക്കുമെന്ന ഭീഷണിയും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായി. സമാധാന ചർച്ചകൾ സജീവമായി നടക്കുന്നതിനിടയിൽ സംഭവിച്ച ഈ വ്യോമാക്രമണങ്ങൾ മേഖലയെ അതിരൂക്ഷമായ അനിശ്ചിതത്വത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. ഈ സംഭവവികാസങ്ങൾ അമേരിക്കയും ഇറാനും തമ്മിൽ നടന്നുവരുന്ന അന്തിമ കരാർ സംബന്ധിച്ച ചർച്ചകളെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. വിശേഷിച്ചും അമേരിക്ക മരവിപ്പിച്ച ഇറാനിയൻ സ്വത്തുക്കൾ വിട്ടുനൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാനാകാതെ നീണ്ടുപോകുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ കടുത്ത വിള്ളലുകൾ വീഴ്ത്തിയിരിക്കുകയാണ്. ഇത് മേഖലയിൽ വരാനിരിക്കുന്ന വലിയൊരു സംഘർഷത്തിന്റെ സൂചനയായിട്ടാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ പുതിയ സംഘർഷം മേഖലയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ നടന്ന ഈ വ്യോമാക്രമണം നയതന്ത്ര ശ്രമങ്ങളെ വലിയ തിരിച്ചടിയാക്കി മാറ്റിയിട്ടുണ്ട്. സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണവും അതിനു മറുപടിയായി ഇറാൻ നൽകിയ മുന്നറിയിപ്പുകളും മേഖലയെ അസ്ഥിരതയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. കൂടാതെ ഈ സംഘർഷം ആഗോള എണ്ണ വിപണിയിൽ പ്രതിഫലിച്ചു തുടങ്ങിയതും ഒമാനെ പോലുള്ള അയൽരാജ്യങ്ങൾക്കെതിരെയുള്ള അമേരിക്കയുടെ ഭീഷണിയും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുന്നു. മരവിപ്പിച്ച ഇറാനിയൻ സ്വത്തുക്കൾ വിട്ടുനൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കൂടി പരിഹരിക്കപ്പെടാതെ നിലനിൽക്കുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അന്തിമ കരാർ സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. വരും ദിവസങ്ങളിൽ മേഖലയിൽ എന്ത് സംഭവിക്കുമെന്നതും നയതന്ത്ര തലത്തിൽ ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹാരം കാണുമെന്നതുമാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.